പിശാചുക്കളുടെ യോഗം നടക്കുന്ന ഒരു സദസ്സ്. ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനായി നേതാവ് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ട ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, പഴയ കാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യരൊക്കെ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ്. ഈ നില തുടർന്നാൽ നമുക്ക് ക്ഷീണമാകും, നമ്മുടെ അധ്വാനങ്ങളൊക്കെ വിഫലമാകും. അതുകൊണ്ട് അവരെ നശിപ്പിക്കാനും അവരെ വഴിപിഴപ്പിക്കാനുമുള്ള ലളിതമായ മാർഗങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും വിലയിരുത്താനുമാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു യോഗം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇത് പറഞ്ഞു തീരേണ്ട താമസം മുൻ നിരയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, നേതാവേ, ആ പണി എനിക്ക് വിട്ടുതരൂ, ഞാൻ ഏറ്റു. നേതാവ് ചോദിച്ചു, എന്താ നിൻ്റെ പേര്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് അസൂയ എന്നാണ്. നേതാവിൻ്റെ മുഖം ചുളിച്ചു. നേതാവ് പറഞ്ഞു, നീ ഈ പണിക്ക് പ്രാപ്തനാണെങ്കിൽ പോലും നിൻ്റെ പണി, നിൻ്റെ അധ്വാനം ഫലത്തിലെത്താൻ കാലതാമസമെടുക്കും. അതുകൊണ്ട് നീ അവിടെ ഇരിക്കൂ. മറ്റൊരാൾ പിടഞ്ഞെഴുന്നേറ്റു. അയാൾ പറഞ്ഞു, പ്രഭോ, ഇത് എനിക്ക് വിട്ടു തന്നാൽ മതി, ഒരാളുടെയും ആവശ്യം ഇവിടെയില്ല. എന്താണോ തൻ്റെ പേര്? നേതാവ് ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് അഹങ്കാരം എന്നാണ്. ഓ, നീ പറ്റില്ല. കാരണം നിൻ്റെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അഹങ്കാരികൾക്ക് വലിയ ആയുസ്സില്ല. അഹങ്കാരികൾ കൂടുതൽ കാലം ജീവിക്കില്ലെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ ഈ പണിക്ക് പറ്റില്ല, നീ അവിടെ ഇരിക്കും. അങ്ങനെ പല ആളുകളും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ ദൗത്യം തന്നെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞ് ഇബ്ലീസ് എല്ലാവരെയും അവിടെ അടിച്ചിരുത്തി. അങ്ങനെ നിരാശയോടുകൂടി ഇനി ഈ പണി ആരെ ഏൽപ്പിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് സദസ്സിൻ്റെ പിൻസീറ്റിൽ നിന്ന് ഒരു കുട്ടി ശൈത്താൻ ചാടി എഴുന്നേറ്റത്. അവൻ പറഞ്ഞു, പ്രഭോ, അങ്ങ് നിരാശപ്പെടേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ടതില്ല, ഞാൻ ഒരാൾ മതി ഈ പണി ചെയ്യാൻ. എന്താണോ തൻ്റെ പേര്? എൻ്റെ പേരാണ് നീട്ടിവെപ്പ്. കൊള്ളാം, നീട്ടിവെപ്പ് എന്നാണ് നിൻ്റെ പേര്. നിൻ്റെ ജോലി എങ്ങനെയാണ്? എൻ്റെ ജോലി ആളുകളുടെ മുന്നിൽ ഇന്നത്തെ ദിവസം ഇല്ലാത്തതായി ഞാൻ കാണിച്ചു കൊടുക്കും. ഇന്നത്തെ ദിവസം ഇല്ലാത്തതായി കാണിച്ചു കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ നിസ്കാരം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ അടുക്കൽ ഞാൻ ചെല്ലും. എന്നിട്ട് ഞാൻ പറയും, ഇപ്പോൾ നിസ്കാരം തുടങ്ങണോ? 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ റമദാൻ വരികയല്ലേ, റമദാനോട് കൂടി തുടങ്ങിയാൽ പോരെ? അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പറയുമേ, അത് പറ്റില്ല, റമദാന് മുമ്പ് തന്നെ തുടങ്ങണമെന്നാണ് പള്ളിയിൽ നിന്നൊക്കെ കേട്ടത്. എന്നാൽ പിന്നെ 2-3 ദിവസം കൂടെ കഴിയട്ടെ, വെള്ളിയാഴ്ചയോടുകൂടി തുടങ്ങാം എന്ന് ഞാൻ പറയും. അപ്പോഴും ഒരുപക്ഷെ അയാൾ പറയും, അത് പറ്റില്ല, ഇന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ഞാൻ പറയും, എന്നാൽ പിന്നെ ഇന്നാക്കണ്ട, ഇന്ന് ഇന്ന ജോലി തിരക്കുകളൊക്കെ നിനക്കില്ലേ, നിൻ്റെ ശരീരം അശുദ്ധിയല്ലേ, ഇന്ന സ്ഥലം വരെ നിനക്കൊരു യാത്ര പോകാനില്ലേ, അപ്പോൾ ളുഹർ നമസ്കരിച്ചു, പിന്നെ അസറിനില്ല, പിന്നെ മഗ്രിബ് ഇശ, പിന്നെ സുബഹിക്കില്ല, എന്നാൽ പിന്നെ നാളെ കണ്ടിന്യൂ ആയിട്ട് സുബഹി മുതൽ തുടങ്ങാമല്ലോ എന്ന് ഞാൻ തോന്നിപ്പിക്കും. അങ്ങനെ അവൻ നാളെ നീണ്ട് അവനെ നീട്ടിക്കൊണ്ടു പോകും. ഇതാണ് എൻ്റെ പണി. ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ അടുക്കൽ ഞാൻ ചെല്ലും. ഞാൻ പറയും, ഇപ്പോഴേ നീ ഹജ്ജിന് പോകേണ്ട ആവശ്യമുണ്ടോ? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, 10-35 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 60-70 വയസ്സൊക്കെ ആകുമ്പോൾ ഹജ്ജ് ചെയ്ത് പിന്നെ ദിക്റും സ്വലാത്തും ഒക്കെയായി ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ ഒതുങ്ങി കൂടിയാൽ പോരെ? ഇപ്പോഴേ നീ പോയി ഹജ്ജ് ചെയ്ത് നിൻ്റെ തെറ്റുകളൊക്കെ മായ്ച്ചു കളഞ്ഞ് വീണ്ടും നിൻ്റെ യുവത്വത്തിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ വീണ്ടും പഴയ പാപങ്ങളിലേക്കൊക്കെ പോവില്ലേ? പാപങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞ് വിശുദ്ധനായി മരണം വരെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഈ പ്രസരിപ്പുള്ള കാലമൊക്കെ കഴിയണ്ടേ? അതുകൊണ്ട് 10-60 വയസ്സ് കഴിയുമ്പോൾ നിനക്ക് മക്കളായി, കൊച്ചുമക്കളായി, അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് പതുക്കെ പോയാൽ പോരെ? പിന്നെ ഇബാദത്തൊക്കെ ആയിട്ട് തിരക്കില്ലാതെ നിനക്ക് ജീവിക്കാമല്ലോ. ഇയാൾ ചിന്തിക്കും, ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യവും അന്നത്തെ ദിവസം ചെയ്യാതെ നാളെ നീട്ടി കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ പണി. നേതാവിന് ഇത് വലിയ ഇഷ്ടപ്പെട്ടു. നേതാവ് അയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ തന്നെയാണ് എൻ്റെ മോൻ. കെട്ടിപ്പുണർന്നുകൊണ്ട് അവന് സമ്മാനം കൊടുത്തു എന്നാണ്.
പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒരു രസകരമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുവെന്നേ ഉള്ളൂ. നീട്ടിവെപ്പ് എന്ന് പറയുന്നതിലാണ് നമ്മളൊക്കെ പെട്ടുപോകുന്നത്. ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ തോന്നില്ല. നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ, വെള്ളിയാഴ്ചയാവട്ടെ, റമദാൻ കഴിയട്ടെ, അല്ലെങ്കിൽ റമദാൻ വരട്ടെ, ഹജ്ജ് കഴിഞ്ഞാവട്ടെ, പിന്നെ നന്നാവാം. അങ്ങനെ ചിന്തിച്ച ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ ഇന്ന് മണ്ണിനടിയിലാണ്. നാളെ നന്നാവാം, വെള്ളിയാഴ്ച നന്നാവാം, റമദാനോടുകൂടി നന്നാവാം, ഹജ്ജ് കഴിഞ്ഞ് നന്നാവാം, അങ്ങനെ വിചാരിച്ച പലരും ഇന്ന് മണ്ണോട് മണ്ണായി. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി ഒന്നും നീട്ടിവെക്കാതിരിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾ കേൾക്കൂ. മൻ അറാദൽ ഹജ്ജ ഫലിയതഅജ്ജൽ. ഹജ്ജ് ചെയ്യാൻ ആർക്കെങ്കിലും തോന്നിയാൽ പെട്ടെന്ന് തന്നെ ചെയ്യട്ടെ. കാരണം ഫൈന്നഹു ഖദ് യംറദുൽ മരീദ്. ഒരുപക്ഷെ അവൻ രോഗിയായി മാറിയേക്കാം. എപ്പോഴാണ് രോഗം വരുന്നത്, കൈകാലുകൾ തളർന്നു പോകുന്നത്, നടുവേദനയും മുട്ടുവേദനയും വരുന്നത്, ഇതൊന്നും അറിഞ്ഞൂടല്ലോ. വതദില്ലുല്ലാല്ല വതഅരിദുൽ ഹാജ. കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു പോകാം. ഹജ്ജിന് പോകാനുള്ള സാധന സാമഗ്രികൾ ശേഖരിക്കാൻ കഴിയാതെ വന്നേക്കാം. പല പല ആവശ്യങ്ങളും മുന്നിൽ വന്നേക്കാം. കോവിഡൊക്കെ വന്നില്ലേ, ഇതുപോലെ പലതും, പല തടസ്സങ്ങളും വരാം. അതുകൊണ്ട് നല്ല അമലായ ഹജ്ജ് ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ വന്നാൽ താമസിക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്തേക്കുക എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ. ഇതുപോലെയാണ് എല്ലാ കർമ്മങ്ങളും. ഒരു നന്മ ചെയ്യാൻ മനസ്സിൽ തോന്നിയാൽ, സ്വതക്ക ചെയ്യാൻ, സുന്നത്ത് നമസ്കരിക്കാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ, ദിക്ർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ തോന്നിയാൽ ഉടനെ അത് ചെയ്തേക്കുക, പിന്തിപ്പിക്കാതിരിക്കുക. ഇതാണ് ഈ സംഭവം നമുക്ക് നൽകുന്ന വലിയ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പക്വതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കാൻ, ഒരു നന്മയും പിന്നീട് മാറ്റിവെക്കാതെ ഉടനെ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ നമ്മയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.